ഹായ്, എല്ലാവർക്കും ബിജാർബ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പുറമ്പിനടുത്തുള്ള ചെറുകുളമ്പ് എന്ന സ്ഥലത്താണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇതെൻ്റെ പുറയിൽ കാണുന്ന ബ്ലാക്ക് പാന്തർ, കരിമ്പുലി എന്ന് പേരിട്ടിട്ടുള്ള സുൽത്താൻ ട്രാവൽസിൻ്റെ ഏറ്റവും പുതിയ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ടാറ്റ 412 ചേസിൽ മാർക്കോപോളോ ബിൽഡ് ചെയ്തിട്ടുള്ള 3600 വീൽ ബേസിലുള്ള 24 സീറ്റ് ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സുൽത്താൻ ട്രാവൽസിൻ്റെ ഓണറായിരിക്കുന്ന സുൽത്താൻ മാനോക്ക ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓണറെ പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് വണ്ടി വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറഞ്ഞ പോലെ ഓണറിനെ പരിചയപ്പെടാം. സുൽത്താൻ മാനോക്ക. മാനോക്ക, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇത് വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പം എത്ര മാസമായി? ഏകദേശം 2 മാസത്തോളമായി. ആണല്ലേ. നമ്മൾ ഏതൊക്കെ മേഖലയിൽ നമുക്ക് വണ്ടികൾ ബസ്സുകളായിട്ട് തന്നെ ഉള്ളത്? നമ്മൾ ഇങ്ങനെ ഈ കോൺടാക്ട് ഗാരേജ് ടൂറിസ്റ്റ് മേഖലയിലുണ്ട്, പിന്നെ ലൈൻ സർവീസ് സ്റ്റേജ് ഗാരേജ് മേഖലയിലുണ്ട്. മെയിൻലി പടപ്പുറമ്പ്. അതെ, പടപ്പുറം മലപ്പുറം റൂട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓടുന്നത്. സ്റ്റേജ് ഗാരേജ് വണ്ടികളാണ്. അത് കുഴപ്പമില്ല, ഒരു 3 വണ്ടി ഉണ്ട്. ടൂറിസ്റ്റ് നമുക്ക് വലിയ വണ്ടികളുണ്ടല്ലോ. വലിയ വണ്ടികളുണ്ട്, വലിയ വണ്ടികളും ചെറിയ വണ്ടികളും എല്ലാം. ടൂറിസ്റ്റ് മേഖലയിൽ എല്ലാ സീറ്റും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ വണ്ടി. നമ്മുടെ മാനോക്കാൻ്റെ ഫ്രണ്ട്സാണ്. എന്തൊക്കെ പേര്? അബ്ദുൽ ഹമീദ്. ഇദ്ദേഹം ഒരു ബസ് ഓണറാണ്. ഏത് ബസ്? OPB അല്ലേ? ഓക്കെ. അടുത്തൊരാളെ പരിചയപ്പെടാം. ഷെഫീഖ്. സുഹൃത്തായിട്ട്. ഇനി നമുക്ക് ബസ് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ സുൽത്താൻ്റെ പുതിയ കരിമ്പുലിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഇറങ്ങിയപ്പോൾ ഈ ഒരു ലുക്കിലായിരുന്നില്ല വണ്ടി. ഫുള്ള് വൈറ്റിൽ ഇറങ്ങിയ വണ്ടിയാണ്. പക്ഷേ ഇത് റീവർക്ക് ചെയ്തിട്ട് അടിപൊളി സെറ്റപ്പിലാക്കി വണ്ടിയുടെ ലുക്കേ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. വണ്ടിയുടെ ടോപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലായിട്ട് 5 വാം ലൈറ്റുകളും അതുപോലെ 2 റെഡ് ലൈറ്റ്സുകളും ടോപ്പ് ലൈറ്റ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 മനോഹരമായ കൊമ്പുകൾ, ബ്ലാക്കിൽ തന്നെയുള്ള കൊമ്പുകൾ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ സുൽത്താൻ എന്നുള്ള പേര് ആ റെഡ് വൈറ്റ് കോംബോയിൽ ഷെയ്ഡ് ഫോണ്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അഡീഷണലായിട്ടൊരു മിറർ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ എഡിഷൻ നെയിം വണ്ടിയുടെ ലുക്ക് പോലെ തന്നെ ബ്ലാക്ക് പാന്തർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കരിമ്പുലി എന്നുള്ളതാണ് വണ്ടിയുടെ എഡിഷൻ നെയിം വരുന്നത്. ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കൗൾ ലുക്കിലേക്ക് വരുമ്പോൾ വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് മാറിയപ്പോൾ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. കാരണം ആ ഒരു ഗ്ലാസിൻ്റെ താഴത്തെ പോർഷൻ ഫുള്ളൊരു സിൽവറിൽ ചെയ്തിട്ട് സെൻട്രലായിട്ട് മാർക്കോപോളോൻ്റെ പേരവിടെ കാണാം. അതുപോലെ താഴെ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട് പോർഷനിൽ ഈ കൗൾ പോർഷനിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫുൾ ലെങ്ത്തിൽ ലിപ്പ് കൊടുത്തിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ആ സൈഡിലായിട്ട് സിൽവറിൽ ബ്ലാക്കിൽ കോമ്പിനേഷനിലുള്ള ലിപ്പ് ഫുൾ ലെങ്ത്ത് ചെയ്തിട്ട് വണ്ടിയുടെ ലുക്ക് തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ 53U6781 എന്നുള്ള നമ്പറാണ്. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ടാറ്റ 412 ചേസിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കയറി നോക്കുക കേട്ടോ. സൈഡ് ലുക്കിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് ലുക്ക് വരുന്നത്. വണ്ടി നമുക്ക് നോക്കുമ്പം ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നെങ്കിലും ഇതിൻ്റെ പെയിൻറ്റിങ് വന്നിട്ടുള്ളത് മെറ്റാലിക് ബ്ലാക്ക് ആണ്. കണ്ടില്ലേ, നല്ല അടിപൊളി മെറ്റാലിക് പെയിൻ്റാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഡ്രൈവർ പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ലെങ്ത്തിലുള്ള ഡോറാണ് വന്നിട്ടുള്ളത്. അതിലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. താഴേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് കാര്യങ്ങളുണ്ട്. ഇവിടെ വീലിൻ്റെ സൈസ് വരുന്നത് 215/75 17.5 സൈസിലുള്ള റേഡിയൽ ടയേഴ്സാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതിൽ കണ്ടില്ലേ, ബ്ലാക്ക് ആൻഡ് സിൽവർ കോംബോയിലുള്ള അടിപൊളി ഒരു വീൽ കപ്പ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീലാർച്ചൊക്കെ നല്ല മനോഹരമായ വീലാർച്ച് കാണാം. അതുപോലെ ഇവിടെ ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ആഡ് ബ്ലൂ ടാങ്ക് ഇവിടെ വരുന്നുണ്ട്. ആഡ് ബ്ലൂ എന്ന് പറയുന്നത് 20 ലിറ്ററാണ് വണ്ടിയുടെ ആഡ് ബ്ലൂ കപ്പാസിറ്റി.
അതുപോലെ സുൽത്താൻ്റെ പേര് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഡീസലിൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട്. 120 ലിറ്റേഴ്സാണ് ഡീസലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് വീൽ പോർഷനിലേക്ക് വരുമ്പോൾ നല്ല കുറേ ഇതളുകളുള്ള വീൽ കപ്പാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. അതും സിൽവറും ബ്ലാക്ക് കോമ്പോയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സുൽത്താൻ ട്രാവൽ ഹബ് എന്നൊരു സ്റ്റാമ്പ് സിൽവർ കളറിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോറ് വന്നിട്ടുണ്ട്. അതിൽ നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പിലായിട്ട് ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയണത്. ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഈ ഗ്ലാസ് പോർഷനൊക്കെ സെയിം മാർക്കപ്പോളേൻ്റെ ഇറങ്ങുമ്പോഴുള്ള ഗ്ലാസ് പോർഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ഇവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് പോർഷനൊക്കെ മനോഹരമായ നമ്മൾ ഇവർ ചെയ്തിട്ടുള്ള ആ ലൈറ്റുകൾ ഒരു 5 കൊടുത്ത് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സിൽവർ ആ ഒരു ബോർഡറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ്റെ പേര്, നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ നമ്പർ കാണാം. ഈ ഇത്രയും ഒരു ഡിക്കി സ്പേസാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. അതുപോലെ അത് കൂടാതെ താഴെ 2 റെഡ് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിൽ ഒരു കോണി സ്റ്റീലിൽ ചെയ്തിട്ട് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് സെൻറ്ററിലായിട്ടുണ്ട് കരിമ്പുലി. ഫ്രണ്ടിൽ ഇംഗ്ലീഷിലാണെങ്കിൽ പുറകിൽ മലയാളത്തിൽ കരിമ്പുലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കിയാൽ ഒരു ചൈനീസ് റൈറ്റിംഗ് കാണാം. സുൽത്താൻ എന്നുള്ള പേര് നമ്മുടെ ഓണർ ചൈനീസിൽ കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത്. ഒരു സെൻറ്ററിലൊരു ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സുൽത്താൻ്റെ വലിയ ഒരു ബസ്സും ഇവിടെ കിടപ്പുണ്ട്. അത് ഓട്ടത്തിനായിട്ട് തയ്യാറാക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കണ്ട അടുത്ത സൈഡിൽ ലുക്ക് കൂടെ നോക്കുകയാണെങ്കിൽ ആ കൊമ്പിൻ്റെ സൈഡിലായിട്ട് കണ്ടില്ലേ ആ ഒരു പല കളറിലുള്ള ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഇത്രയും പോർഷനിലൊരു വലിയൊരു സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ട്. ഇവിടെ ഒരു മുകളിലേക്കും താഴേക്കും സ്ലൈഡിങ്ങുള്ളൊരു ചെറിയൊരു ഗ്ലാസ് വരുന്നതിന് ശേഷമാണ് ഇവിടെ ഡോറ് വരുന്നത്. അതുപോലെ ഇവിടെ ഇതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലാണ് ടാറ്റയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സിൽവർ ലിപ്പ് ഈ ഭാഗത്ത് മാത്രമാണ് സിൽവറിൻ്റെ ആ ഒരു പോർഷൻ കോർണറിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഡോറിന് ശേഷം ഇവിടെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. സുൽത്താൻ എന്നുള്ള പേര് സൈഡിൽ കാണാം. ഈ ഭാഗത്ത് 3 സ്ലൈഡിങ് വിൻഡോസ് മാത്രമാണ് വരുന്നത്. അതിന് അവിടെ ബാക്ക് വീൽ പോർഷൻ ഇവിടെ സെയിം സ്റ്റാമ്പ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്പർ താഴെ കൂടെ ഓറഞ്ച് വാം ലൈറ്റ്സിലുള്ള ലൈറ്റുകൾ താഴെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ബീഡിങ്ങിലായിട്ട് ഇതുണ്ടല്ലേ ഈ ഒരു ഹോൾസ്, കാരണം വെള്ളം ഇറങ്ങിയാലും പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഇവിടെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാറ്റിൽ നിന്നൊക്കെ ചെയ്യുന്ന വണ്ടികൾക്ക് കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഹോൾസ് ഈ ഒരു വണ്ടിക്ക് സൈഡിൽ ഈ ബീഡിങ്ങിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സുൽത്താൻ്റെ ഔട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയർ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കൂടെ നമുക്ക് പോവാം. സുൽത്താൻ്റെ പ്രൈവറ്റ് ബസ്സുകളിലൊന്നാണ് വരുന്നത് കേട്ടോ. നമുക്ക് സുൽത്താൻ്റെ ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് നോക്കിയാൽ ടാറ്റയുടെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീല് കാണാം. നല്ല സെൻട്രലായിട്ട് ടാറ്റയുടെ അടിപൊളി ലോഗോ ഉണ്ട്. ഏറ്റവും പുതിയ ലുക്കിലുള്ള സ്റ്റിയറിംഗ് വീലാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അവരിവിടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഉണ്ടല്ലേ, ഈ ഒരു രീതിയിൽ നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. ഇതെല്ലാം ഒരു ബ്ലാക്ക് മാറ്റ് ബ്ലാക്കിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ലൈറ്റ് സ്വിച്ച്, പവർ സ്വിച്ച് എല്ലാം ഇവിടെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ക്യാബിൻ്റെ ലൈറ്റ് സ്വിച്ചുകളും അതുപോലെ ബാക്കിയുള്ള സ്വിച്ച്, ഡോർ സ്വിച്ച് എല്ലാം ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. USB ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ ഇതിൻ്റെ ഗിയർ ലിവർ ഈ ഒരു പോർഷനിൽ കാണാം. സുൽത്താൻ്റെ കരിമ്പുലിയുടെ സാരഥിനോട് പരിചയപ്പെടാം. എന്താ പേര്? മഹേഷ്. വീടോടാ? പടപ്പുറമില്ല. പടപ്പുറം തന്നെയാണ്. ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് നോക്കാം. ടാറ്റയുടെ ചേസിൻ്റെ ഒപ്പം വരുന്ന നല്ല
ഷോക്ക് അബ്സറുള്ള സീറ്റിനാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ റൂഫ് പോർഷനിലൊക്കെ നല്ല ക്ലോത്ത് വർക്ക് ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ വേണ്ട ഓരോ ക്യാബിന് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വരുന്നുണ്ട്. ഇതിലൊക്കെ ഉള്ള ഒരു ലോക്കബിൾ ക്യാബിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്കിലേക്കാണ് നമ്മൾ പോണത്. അടിപൊളി ലൈറ്റ് വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ബെർത്തിൻ്റെ താഴെയായിട്ടും ഇതാ കുറച്ച് ലൈറ്റ് വർക്ക് വന്നിട്ടുണ്ട്. 2 ബെർത്തും നല്ല അടിപൊളിയായിട്ട് റീവർക്ക് ചെയ്ത ബെർത്തുകളാണ്. ഈ വണ്ടിക്ക് ഇങ്ങനത്തെ ബെർത്തുകളൊന്നുമല്ല വരുന്നത്, പക്ഷേ ഇവർ ഫുള്ള് റീവർക്ക് ചെയ്തിട്ടുണ്ട്. ബെർത്തുകൾ നല്ല അടിപൊളി വർത്താക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഫുള്ളായിട്ടും ഈ ഒരു ക്ലോത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത്. സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇത് അഡീഷണലായിട്ട് ചെയ്ത ഒരു ക്യാബിനാണ്. TV വന്നിട്ടുണ്ട്. അതുപോലെ സ്ലൈഡിങ് വിൻഡോ ആണ്. അവിടെ സുൽത്താൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ പെട്ടി സീറ്റ് പോലെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ സീറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബോണറ്റ് ആണെങ്കിലും സൈഡ് ഫുള്ള് വർക്ക് ചെയ്ത് കുഷ്യനിട്ട് സെറ്റാക്കിയ ബോണറ്റാണ്. ഇങ്ങനെയൊന്നുമല്ല ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാവുക, പക്ഷെ ഇവർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടിപൊളി സീറ്റുകൾ ഈ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അടിപൊളി നല്ല സെറ്റപ്പ് വീതി, അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റുകളാണ് ഈ വണ്ടിക്ക് 24 എണ്ണം കയറ്റിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഇതാ ഈ ഒരു ലൈറ്റ് വർക്ക് തന്നെയാണ്. വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനി വർക്കുകൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ക്വാർട്ടർ ഗ്ലാസ്സിലൂടെയും ഗ്രീൻ റണ്ണിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയണത്. ഒരു വണ്ടി ഇറങ്ങിയ ലുക്കിൽ നിന്ന് ഈ ഒരു വണ്ടി കിടക്കാച്ചി ലുക്കിലേക്ക് ഇതിൻ്റെ ഓണർ മാനുവൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് സുൽത്താൻ്റെ 49 സീറ്റർ ബസ്സാണ്. ഇതിൻ്റെ ഫ്രണ്ട് കൗള് റീവർക്ക് ചെയ്താണ്. നമ്മുടെ സെഡാസ്ട്ര കൗളിലേക്ക് ഫ്രണ്ട് കൗള് റീവർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ വരുന്നത് KL 67 49 77 നമ്പറുള്ള വണ്ടിയാണ്. ഇവിടെ കണ്ടില്ല, ആ ബോഡി കളർ കോഡിനുള്ള ആ വയലറ്റാണ് ഈ കണ്ണുകളുടെ അവിടെ കൊടുത്തിട്ടുള്ളത്. ലിപ്പ് കണ്ടില്ലേ, ഇത്രയും ഒരു ഫുൾ ലെങ്ത്ത് ലിപ്പ് വൈറ്റ് ആൻഡ് വയലറ്റ് കോമ്പോയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ എഡീഷൻ നെയിം കൊടുത്തിരിക്കുന്നത് അരിക്കൊമ്പൻ എന്നാണ് കേട്ടോ. സിറ്റി ടൂർ, താഴെയാണ് സുൽത്താൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. മെയിൻ പേര് സിറ്റി ടൂർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൊമ്പുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഒരു വയലറ്റ് സൈഡിൽ ബോർഡർ കൊടുത്തിട്ട് കൊമ്പുകൾ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ക്യാബിൻ നല്ല വർമാസിൻ്റെ ഓഡിയോസാണ് കയറ്റിയിട്ടുള്ളത്. നല്ല ചിറകുകളൊക്കെ വെച്ചിട്ട് ഒരു കഴുകൻ്റെ ഒരു പരുന്നിൻ്റെ രൂപത്തിലുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോയാൽ ഇതാ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ ക്ലോത്ത് വർക്കൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഇവർ ഫുള്ള് മാറ്റി ചെയ്താണ്. നല്ല അടിപൊളി കുഷ്യൻസ് ഉള്ളിൽ ക്ലോത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ബാക്കിൽ നോക്കി കാണാം സുൽത്താൻ എന്നുള്ള പേരുണ്ടല്ലോ അവിടെ. ഒരു അടിപൊളിയാക്കി സുൽത്താൻ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയണത്. ഇതിപ്പം ശബരിമല കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്.
ഇതാണ് ഇതിൻ്റെ സൈഡ് ലുക്ക്. വൈറ്റ് ലൈറ്റ്സൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി AC ആണ്. അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ ഇവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ബാക്ക് പോർഷൻ നമ്മുടെ പ്രകാശിൻ്റെ ആ പഴയ മോഡൽ ബാക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സെയിം ലുക്കുള്ള വണ്ടിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. അതിന് ഓട്ടമുള്ളതാണ് സുൽത്താൻ. ഇത് സുൽത്താൻ്റെ ഒരു 34 സീറ്റർ വണ്ടിയാണ്. സുൽത്താൻ എന്നുള്ള പേര്, സിറ്റി ടൂർ, സാമ്രായ് എന്നുള്ള എഡീഷൻ നെയിം, KL 56L 5326 എന്ന നമ്പറാണ്. ലിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ കോഡിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അത്. നല്ല അടിപൊളി ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറ്റ മാർക്കപ്പോള ചെയ്സുള്ള വണ്ടിയാണ്. അതാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ക്ലോത്ത് വർക്കൊക്കെ ചെയ്ത് ഉള്ളിൽ സെറ്റപ്പ് ആക്കിയിട്ടുള്ള വണ്ടിയാണ്. കുറച്ച് ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ബാക്കിൽ കേട്ടോ. സാമുറായി ദ എംപറർ എന്നുള്ള പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. സുൽത്താൻ സിറ്റി ടൂർ പടപ്പറമ്പ്. ഇതാണ് ഇവരുടെ ഒരു 34 സീറ്റിൻ്റെ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കരിമ്പുലി? എല്ലാവർക്കും നമ്മുടെ സുൽത്താൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യാത്രയോ വിനോദമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പുതിയ വെറൈറ്റി ബസ്സുകളുടെ വിശേഷവുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.